ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ ആട്ടോ. ഡെക്കറേഷൻ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലൊരു ഹാഫ് KGയുടെയാണ്. നല്ല വൈകുന്നേരം പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. വൈകുന്നേരം വന്നൊരു 9 മണിയാകുമ്പോൾ കൊടുക്കാവുന്ന രീതിയിൽ തൊട്ടടുത്ത വീട്ടിലേക്കുള്ള ഓർഡർ ആയിരുന്നു. അപ്പോൾ ഇത് 6 ഇഞ്ച് മോൾഡാണ് കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത്. ഐസിങ് വെച്ച് കഴിഞ്ഞൊരു ഹാഫ് അവർ ഫ്രീസറിൽ വെച്ച് സെറ്റായ ശേഷം ആട്ടം മുകളിൽ ട്രഫിൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗനാഷ് 2:1 എന്നുള്ള റേഷ്യോയിലാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അരക്കപ്പ് ചോക്ലേറ്റും അതിൻ്റെ 1/4 കപ്പ് ക്രീമും കുറച്ച് ബട്ടറോടൊന്ന് മെൽറ്റ് ചെയ്തിട്ടോട്ടോ എടുത്തേക്കുന്നത്. മുകളിൽ ഒഴിച്ച ശേഷം സൈഡിലേക്കൊക്കെ നിന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് പിടിച്ചൊന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ കാർഡ് യൂസ് ചെയ്തൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും നിന്ന് ആയി കിട്ടിക്കോളും. അതിനുശേഷം നമുക്ക് ആ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറവ് തോന്നുന്നത് കുറച്ച് ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൈഡ് സ്ക്രാപ്പർ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്ന ഒരു ഇതുണ്ടാകത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് കേക്ക് ബോർഡൊക്കെ ക്ലീനാക്കി ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചു. എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഗനാഷിലേക്ക് കുറച്ച് ക്രീം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ബോർഡ് ഡിസൈൻ ചെയ്തെടുക്കാനാണ്. അപ്പം ഗനാഷ് അതിനുള്ള ഇല്ലായിരുന്നു ഡിസൈൻ ചെയ്യാൻ മാത്രം. കൊണ്ട് ഞാനത് ക്രീം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താണ്. അപ്പം ചുമ്മാ പൈമ്പായിലേക്ക് ആക്കിയിട്ട് അറ്റൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കിതിന് പെട്ടെന്ന് വന്ന് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വന്നപ്പോൾ തൊട്ടേ മോൻ നല്ല വഴക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സമയമെടുത്ത് ചെയ്യാനുള്ളതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് വാട്സപ്പിൽ ആൾക്ക് അടുത്ത ദിവസം ഇതൊരു ഓർഡർ ഉണ്ട്, അപ്പോൾ ഇതെപ്പോഴും കുറേ തവണയായിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ പറഞ്ഞ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ സമയത്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നതല്ല, എങ്കിലും ഈ ഒരു കറക്റ്റ് സമയത്ത് ഒരു ട്രഫിളിൻ്റെ ഓർഡർ വരികയും ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ ടോപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ചോക്ലേറ്റ് ഡെക്കറേഷൻ ഒന്നും ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഒരു ഡിസൈനായിട്ടൊക്കെ നമ്മൾ ട്രഫിൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ട് ഇവാപ്രോക്സ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹാർട്ട് ഷേപ്പിലെ കട്ടേഴ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ചോക്ലേറ്റിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒത്തിരി പേര് ചെയ്തിട്ടുള്ളതാണ്, ഞാനധികം ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ടച്ച് ശേഷം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ആദ്യമൊന്നും കറക്റ്റായിട്ട് വന്നില്ല, പിന്നെ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു 3 സൈസിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ വലിയത് വെച്ചിട്ട് മുകളിലേക്ക് വന്നിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ വരാമെന്ന രീതിയിലാണ്. പക്ഷേ ഇത് കഴിഞ്ഞുള്ള സൈസ് രണ്ടും ഏകദേശം ഒരേപോലെ. ഈ വലുത് ഇച്ചിരി ഓവറായി പോയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഇത്രയും വലിപ്പമുള്ളതും ബാക്കി ഇതിൻ്റെ ചെറിയ സൈസിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡിൽ മാത്രമായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആ ചെറിയ സൈസ് വെച്ചിട്ട് അതിൻ്റെ ബാക്കിയായിട്ടൊന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇതിലൊരു ചെറിയ ഇതും കൂടെ ഉണ്ട്, പക്ഷേ അതൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയതായൊരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ പിന്നെ ഇതുപോലെ കുറച്ച് കൊടുത്തിട്ട് അതും അതിൻ്റെ ഏറ്റവും ചെറുതും കൂടെ വെച്ചൊന്ന് ചെയ്ത് കൊടുത്തു. പിന്നെ നോക്കിയപ്പം താഴോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കണ്ടവിടെയെല്ലാം ആ ചെറുത് വെച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ടച്ച് ചെയ്ത് ആ ഗ്യാപ്പും കൂടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ടേ. പിന്നെ ഇത് വെച്ച് നമുക്കൊരു ഫ്ലവർ പോലെയൊക്കെ വേണമെങ്കിലും ആക്കിയെടുക്കും. ഞാൻ ജസ്റ്റ് നെയിം ചെയ്ത ശേഷം അതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ഒന്ന് അതിൻ്റെ അടിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഗനാഷ് നല്ല സെറ്റായിരിക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഒഴിച്ചു കൊണ്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായ ശേഷം വേണം കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഗനാഷും കൂടി ഇതിൻ്റെ കൂടെ ഇങ്ങ് പോരും. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇടയ്ക്കെല്ലാം ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഏറ്റവും ചെറുത് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് പേരൂടെ എഴുതി കൊടുക്കാം. നമ്മൾ താഴെ ബോർഡ് ഡിസൈൻ ചെയ്ത സെയിം ക്രീം വെച്ചാട്ടോ പേര് എഴുതി കൊടുക്കുന്നത്.
പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ എല്ലാ കേക്കിലും കാണും ഗോൾഡൻ ഷുഗർ ബോൾസ്. ആകെ ഇപ്പം നിലവിൽ കയ്യിൽ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അത് തന്നെ ഇട്ടങ്ങ് തകർക്കും കേട്ടോ. ഞാൻ കൂടുതലും ഒന്ന് ഗോൾഡ് ഇല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് പേൾസ് മേടിക്കും. ഇപ്പോൾ വൈറ്റ് പേൾസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് പിന്നെ ഈ ഒരു ഗോൾഡൻ ഷുഗർ ബോൾസ് ഞാൻ മിക്ക കേക്കിലും ഇടാറുണ്ട് കേട്ടോ. പിന്നെ അതും കൂടെ നമ്മുടെ ആ കുറവ് തേക്കാൻ വേണ്ടി അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചിലത് ഗ്യാപ്പൊക്കെ തോന്നിടത്തേക്കായിട്ടൊന്ന് ആ ഷുഗർ ബോൾസ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഡെക്കറേഷനോടെ ഫിനിഷ് ആയിട്ട് ഇത് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പേര് ഇതിൻ്റെ ഇതുപോലെ ചുമ്മാ ഒരു ചെറിയൊരു ഫ്ലവർ പോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം 2 ഹാർട്ട് മാത്രം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെരിഞ്ഞ് പോയിട്ട് ഞാൻ പിന്നെ അതങ്ങ് ഫ്ലവറാക്കി എടുത്തു. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാവേ.